പാഠം 527 ഒരു വിനോദയാത്രയുടെ കഥ. സാറ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു. എല്ലാവർക്കും സമ്മതമാണ്. അടുത്ത ഞായറാഴ്ച പോകാൻ വരുന്നു സാർ. ശരി സാർ. എവിടെ പോകുന്നവര്? വില്ലേജ് ഓഫീസിലെ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് ഒരു ദിവസത്തെ വിനോദയാത്രയ്ക്ക് പോകും. ഇന്നലെ രാവിലെ ഞാൻ താലൂക്ക് ഓഫീസ് ചെന്നപ്പോഴാണ് തഹസിൽദാർ ഇങ്ങനൊരു ആശയം പറഞ്ഞത്. ജോലിയുടെ സമ്മർദ്ദം കുറയ്ക്കാനായി വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു യാത്ര പോകണമെന്ന്. എനിക്കും തോന്നി അത് ശരിയാണെന്ന്. അതെന്ത് പറ്റി? സാധാരണ ഇങ്ങനെ ഒരു ആവശ്യം കേൾക്കുന്ന പാടെ ഓടി രക്ഷപ്പെടാറുണ്ടല്ലോ വില്ലേജ് ഓഫീസർ. വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയുമ്പോ നീ അതിനെ തമാശയായിട്ട് മാത്രം കാണുന്നുണ്ടെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നത് എങ്ങനെ വലിയ ഗൗരവമുള്ള കാര്യമാവും? ഗൗരവം കുറച്ച് സമ്മർദ്ദം ഒഴിവാക്കാനാണല്ലോ ഈ യാത്ര തന്നെ. ആ അത് പോട്ടെ, ഇക്കാര്യം പറഞ്ഞപ്പോ മോഹനയുടെ കൂടെയുള്ളവരെന്താ പറഞ്ഞത്? എന്ത് പറയാൻ, അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഞാനിങ്ങനെ ഒരു ആശയം പറയുമെന്ന് അവർ പ്രതീക്ഷിച്ചതേയില്ല. രാവിലെ സമയത്ത് റെഡിയായി ഇറങ്ങുക, ഓരോ സ്ഥലത്തും കൃത്യമായ സമയം പാലിക്കുക. അങ്ങനെ നീ ചെയ്യുമ്പോ അവർക്കും അതൊരു മാതൃകയാവും. പക്ഷെ ഞാൻ വരുന്നില്ലല്ലോ. വരുന്നില്ലേ? ഇല്ല, എനിക്ക് അടുത്ത ഞായറാഴ്ച സദാനന്ദ സാറിന്റെ അനിയന്റെ മോളുടെ കല്യാണ നിശ്ചയത്തിന് പോകണ്ടേ. ഞാനങ്ങ് വരുന്നില്ല. വില്ലേജ് ഓഫീസർ എങ്ങ് പോയാൽ മതി. എനിക്ക് എന്റെ ജോലിയാണ് പ്രധാനം. ഒരു വക്കീൽ എന്ന നിലയിൽ എനിക്ക് എന്റെ സീനിയർ വക്കീലിന്റെ സന്തോഷമാണ് പ്രധാനം. ഞാൻ വരില്ല. ഈ വാക്കുകൾ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അടുത്ത ഞായറാഴ്ച സാറിന് സമയമുണ്ടോ എന്ന് അവൻ ചോദിച്ചു. അടുത്ത ഞായറാഴ്ച എന്തായാലും സമയമില്ല. ഞങ്ങൾ വില്ലേജ് ഓഫീസിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളും ചേർന്ന് ഒരു യാത്ര പോകുന്നു. എങ്ങോട്ടാണ് സാറേ? എങ്ങോട്ടാണ് എന്നുള്ളതല്ല ഇപ്പൊ പ്രശ്നം. വേറൊരു പ്രശ്നമുണ്ട്. എന്താണ് സാറേ? ഞാനാണ് വിനോദയാത്ര പോകുന്ന കാര്യം വില്ലേജ് ഓഫീസിൽ അവതരിപ്പിച്ചത് തന്നെ. ശിശുപാലനും കാഞ്ചനയും സ്വയംപ്രഭയൊക്കെ സമ്മതിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോ കഥ മാറി. ഭാമ വരുന്നില്ല എന്ന്. സാറേ, വക്കീൽ വന്നില്ലെങ്കിൽ സാറിന്റെ മാനം പോവും. ആഫീസിലെ സകലരെയും വിരട്ടി നിർത്തി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കെ മോഹനകൃഷ്ണൻ സാറിന് ഭാര്യയെ കൊണ്ടൊരു കാര്യം അനുസരിപ്പിക്കാൻ പറ്റിയില്ല എന്ന് ആഫീസിലുള്ളവർ പറയും. പിന്നെ അവിടെ പോയി എന്ത് പറയും? പോകാൻ വരട്ടെ. സാരി വാങ്ങാനുള്ള കാശൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ? അടുത്ത ഞായറാഴ്ചയാണ് ടൂറ്. അതിന് പിന്നെ ബ്ലൗസ് തയ്ച്ചു കിട്ടണമെങ്കിൽ ഇന്ന് തന്നെ തുണി വാങ്ങി കൊടുക്കണ്ടേ? പിന്നെ അല്ലാതെ കാശ് മുടക്കി സാരി വാങ്ങിട്ട് അവസാനം സമയത്ത് ബ്ലൗസ് കിട്ടിയില്ലെങ്കിൽ പഴയ സാരി എടുത്ത് വരേണ്ടി വരുവേ. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? എന്തായാലും കാശ് മുടക്കണം. അത് ഇന്നായാലും എന്താ, നാളെ ആയാലും എന്താ? കാശ് എന്താ 500 രൂപയോ? ഈ കാശിനാണോ ഞാൻ സാരി വാങ്ങേണ്ടേ? 500 രൂപയുടെ സാരി എടുത്ത് ഞാൻ മോഹനോട് വന്നിട്ടുണ്ടെങ്കിലേ മോഹനന്റെ മാനം പോവും. ഒരു ടൂറ് വേണമായിരുന്നു. 1000 രൂപയ്ക്ക് നല്ല സാരി കിട്ടില്ല. മോഹനോട് 1000 രൂപ കൊടുക്കുന്നേ. 2000 രൂപയുടെ സാരിയോ? അറിയില്ല. എങ്കിൽ ടൂർ ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി. ഞാൻ സദാനന്ദ സാറിന്റെ അനിയന്റെ മോളുടെ കല്യാണ നിശ്ചയത്തിന് പൊയ്ക്കോളാവേ. എന്തെങ്കിലും 2000 രൂപ ആലോചിച്ചിട്ട് തല ഇറങ്ങുന്നു. എങ്ങനെയെങ്കിലും ഈ ടൂർ പോകുന്നതിൽ നിന്നും ഒഴിവാൻ പറ്റുമോ? നടക്കുമെന്ന് തോന്നുന്നില്ല പ്രഭേ. ഞാൻ വീട്ടിൽ ചെന്ന് കാര്യം പറയുമ്പോ പ്രഹ്ലാദൻ ചേട്ടൻ പറ്റില്ലെന്ന് പറയും. ആ ന്യായം പറഞ്ഞ് ഒഴിവാവാന്ന്. ടൂറിന്റെ കാര്യം പറഞ്ഞ പാടെ പ്രഹ്ലാദൻ ചേട്ടൻ പറയാ അത് കൊള്ളാല്ല, നമുക്ക് പൊക്കളയാന്ന്. പക്ഷെ ഒരു അവധി ദിവസം മുഴുവൻ പിന്നെയും മോഹനയുടെ സാറിനോട് ചെലവഴിക്കണമെന്ന് പറഞ്ഞു. അയ്യോ, എന്നെ കൊണ്ട് പറ്റൂല. സത്യം പറയല്ലേ ശിശുപാലൻ ചേട്ടാ, മോഹനകൃഷ്ണ സാറിന്റെ കൂടെ ടൂറിന് പോകുന്നതിൽ നല്ലത് കഴുത്തിലൊരു കയറും കെട്ടി അറബിക്കടലിൽ ചാടുന്നതാ. അതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്നേ. മോഹനടനെ മൈൻഡ് ചെയ്യാൻ ഈ പാവം വക്കീൽ ഇവിടെ ഇല്ലേ? അപ്പൊ അടുത്ത ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കും. പിന്നെ അല്ലാതെ. പക്ഷേ
നമ്മൾ തീരുമാനിച്ച പൈസയിൽ കൂടുതൽ ചിലവാകാതെ നോക്കണം. അല്ല, കാശ് വെറുതെ ധൂർത്തടിക്കാൻ പാടില്ലല്ലോ. കീഴടങ്ങി സാമിയേ. മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്താണ് കരുതുന്നത് എന്ന് മനസ്സിലാക്കാത്തവരാണ് നമ്മളിൽ പലരും. തന്നെ സത്യസന്ധനും മാന്യനുമായ മേലുദ്യോഗസ്ഥനായി കണ്ട് ബഹുമാനിക്കുകയാണ് സഹപ്രവർത്തകർ എന്ന മോഹനകൃഷ്ണന്റെ വിശ്വാസമാണ് ഇന്ന് അസ്ഥാനത്തായത്. സാരമില്ല, ആർക്ക് മനസ്സിലായില്ലെങ്കിലും മോഹനകൃഷ്ണനെ അടിമുടി മനസ്സിലാക്കാൻ ഈ വക്കീൽ വീട്ടിലുള്ളതുകൊണ്ട് സമാധാനിക്കാം. സ്നേഹസമ്പന്നരായ ഈ ദമ്പതികളുടെ പുതിയ കഥകളുമായി കാര്യം നിസാരം തുടരുന്നു.